സർവേഭ്യോ നമസ്കാര. അദ്യതന സുപ്രഭാത ശ്ലോക. ഹിമഗിരിതനയായാനന്ദനം ശർവപുത്രം ഗണപതിമഹമീഡേ വിഘ്നസന്നാശകം തം ഭവതു ദിനമുഖം തേ സുന്ദരം വാസരോയം നിഖില ശുഭവിദായി ഹർഷദശ്ചാസ്തു. ഇതാണ് ഇന്നത്തെ ശ്ലോകം. ഇനി അർത്ഥവും പറയാം. ഹിമഗിരി തനയായാഹ, ഹിമഗിരി തനയയുടെ, അതായത് ഹിമഗിരി എന്ന് പറഞ്ഞാൽ ഹിമവാൻ, ഹിമവാന്റെ പുത്രി പാർവതി, പാർവതിയുടെ നന്ദനം പുത്രനും ശർവപുത്രം ശിവന്റെ പുത്രനും വിഘ്ന സന്നാശകം വിഘ്നങ്ങളെ നന്നായി നശിപ്പിക്കുന്നവനും ആയിട്ടുള്ള തം ഗണപതി, ആ ഗണപതിയെ, അതായത് ആ ഗണപതി ഭഗവാനെ അഹം ഈടെ ഞാൻ ധ്യാനിക്കുന്നു. ഹേ മിത്ര, അല്ലയോ സുഹൃത്തെ, തേ അങ്ങയ്ക്ക് സുന്ദരം ദിനമുഖം ഭവതു, മനോഹരമായ പ്രഭാതം ഭവിക്കട്ടെ. തേ അങ്ങയ്ക്ക് നിഖില ശുഭവിദായി, എല്ലാ മംഗളങ്ങളും നൽകുന്നതും ഹർഷദ സന്തോഷം നൽകുന്നതുമായിട്ടുള്ള അയം വാസര ച, ഈ ദിവസവും അസ്തു ഭവിക്കട്ടെ. ഇതാണ് ശ്ലോകത്തിന്റെ അർത്ഥം. ഈ ശ്ലോകം എഴുതിയിരിക്കുന്നത് മാലിനി എന്ന വൃത്തത്തിലാണ്. ഇന്ന് മംഗളവാസരം, അതായത് ചൊവ്വാഴ്ച ആയതുകൊണ്ടാണ് ഗണപതി ഭഗവാനെ തന്നെ വന്ദിച്ച് എല്ലാവർക്കും സുപ്രഭാതവും സുദിനവും ആശംസിച്ചത്.